ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടുന്ന കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സുരക്ഷാ വീഴ്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ജയിൽ ചാടാൻ പുറമേ നിന്ന് സഹായങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സഹതടവുകാരെയും ജയിൽ ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും. അതീവ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു കൊടും ക്രിമിനൽ പുറത്തു ചാടുന്ന ദൃശ്യങ്ങളാണിത്. സെല്ലിന്റെ അടിഭാഗത്തുകൂടി നൂഴ്ന്നിറങ്ങിയ ഗോവിന്ദച്ചാമി 3 വട്ടം മടങ്ങി വരുന്നതും തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഒരു പാറാവുകാരന്റെ സാന്നിധ്യം പോലുമില്ലാത്ത ജയിൽ കോമ്പൗണ്ടിലൂടെ ഗോവിന്ദച്ചാമി പുറത്തേക്ക്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ ആരോപണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം. എങ്ങനെയാണ് ഇത് സാധ്യമാണ്? ഒരാൾക്കും പറക്കുംതളിക വരേണ്ടി വരും. പറക്കുംതളിക കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന VS ചർച്ച, ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ADGP അജിത് കുമാറിന്റെയും ഈ പറയുന്ന P ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. സെല്ലിന്റെ അടിഭാഗത്തെ 2 കമ്പികൾ മുറിച്ചു മാറ്റിയ നിലയിലാണ്. കാലപ്പഴക്കം ചെന്ന സെല്ലിന് കാര്യമായ ബലക്ഷയമുണ്ടെന്നും ചിത്രം തെളിയിക്കുന്നു. അതിനിടെ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ പുറത്തുനിന്ന് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരം 4 സഹതടവുകാർക്ക് അറിയാമായിരുന്നു. ഗോവിന്ദച്ചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് കേസെടുത്തു. മീഡിയ 1 കണ്ണൂർ.